ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത രാക്ക് എന്ന സീരീസ് ആണ്. 1978 ഡൽഹിയിൽ നടന്ന ചില കൊലപാതകങ്ങളെ ആസ്പദമാക്കിയുള്ള റിയൽ സ്റ്റോറിയാണ് ഈ ഒരു സീരീസ്. അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1978 ഡൽഹിയാണ്. സാഹിൽ എന്നും സുമൻ എന്നും പറയുന്ന രണ്ട് കുട്ടികൾ, രണ്ടുപേര് സഹോദരന്മാരായിരുന്നു. സാഹിൽ വരാൻ ലേറ്റ് ആയത് കാരണം സുമൻ അവനെ വഴക്ക് പറയുന്നു. സ്കൂൾ വിട്ടിട്ട് അന്ന് അവൾക്ക് നേരത്തെ വീട്ടിലെത്തണം. അവരുടെ അവസാനത്തെ ബസ്സും പോയി. ദേഷ്യം വന്ന സുമനാകട്ടെ സാഹിലിനെ കുറെ വഴക്ക് പറയുന്നു. അന്നവൾക്ക് റേഡിയോ സ്റ്റേഷനിലെത്തി പാട്ട് പാടാനുള്ളതാണ്. ലേറ്റ് ആയത് കാരണം ഒരു വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് ഇവർ രണ്ടുപേരും വീട്ടിലെത്തി. ഇവരുടെ അമ്മ മോനയാകട്ടെ സ്കൂൾ ടീച്ചറായിരുന്നു. അച്ഛൻ അശോക് എക്സ് ആർമി ഓഫീസറും. വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ റേഡിയോ സ്റ്റേഷനിലേക്കുള്ളൂ. സമയത്തെത്തിയില്ലെങ്കിൽ അവളുടെ ചാൻസ് മറ്റൊരു കുട്ടിക്ക് കിട്ടും. സുമൻ പെട്ടെന്ന് തന്നെ റെഡിയായി. റേഡിയോയിൽ പാട്ട് പാടുക എന്നുള്ളത് കുറെ നാളത്തെ അവളുടെ ആഗ്രഹമായിരുന്നു. അന്നത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. മോനെ തന്റെ ജിമിക്ക് കമ്മലും അവൾ കിട്ടുകൊടുക്കുന്നു. സുമന്റെ കൂടെ കൂട്ടിന് സാഹിലിനെയും അവർ പറഞ്ഞുവിട്ടു. അവർ പോയ ശേഷം മോനെ അശോകും റേഡിയോ എല്ലാം ഓണാക്കി കാത്തിരിക്കുകയായിരുന്നു സുമന്റെ പാട്ട് കേൾക്കാൻ. എന്നാൽ പ്രതീക്ഷ പോലെ സുമന്റെ പാട്ട് വന്നില്ല. സുമന് പകരം മറ്റൊരു പെൺകുട്ടിയാണ് പാടുന്നത്. ഇനി കറക്റ്റ് സമയത്ത് സുമൻ അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടാണോ അവളുടെ ചാൻസ് മറ്റൊരാൾക്ക് കിട്ടിയതെന്ന് മോനെയും അശോകും സംശയിക്കുന്നു. കുട്ടികൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടുമില്ല. റേഡിയോ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമ്പോഴാകട്ടെ പാട്ടുപാടിയ പെൺകുട്ടി പറയുന്നുണ്ട് സുമനും സാഹിലും ഇവിടെ വന്നിട്ടേയില്ല എന്ന്. അവർക്ക് വേണ്ടി ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു എന്ന്. അശോക് ആകെ ടെൻഷനായി മോനെ വിളിക്കുന്നു. കുട്ടികൾ തിരിച്ച് വീട്ടിലും എത്തിയിട്ടില്ല. മോനെ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചെങ്കിലും സുമനും സാഹിലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സീൻ അവിടെ നിന്നും കട്ടായി 8 ദിവസം മുൻപ് ബോംബെയാണ് കാണിക്കുന്നത്. രജ്ജോ എന്നും ബാബു എന്നും പറയുന്ന രണ്ടുപേർ അത്യാവശ്യം ചെറിയ മോഷണമൊക്കെ നടത്തുന്നവരായിരുന്നു. അവർ സിനിമ കാണാൻ തിയേറ്ററിലെത്തിയ ഒരാളെ ബാത്റൂമിൽ വെച്ച് അടിച്ചിട്ടിട്ട് അയാളുടെ പേഴ്സും കോട്ടും ഒക്കെ എടുത്തുകൊണ്ട് രജ്ജോവും ബാബുവും അവിടെ നിന്നും മുങ്ങുന്നു. വീണ്ടും കഥ പ്രസന്റ് ഡേ ഡൽഹിയിലേക്ക് വരുന്നു. ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, അയാൾ ഒരു എസ് ഐ ആയിരുന്നു. അയാളുടെ അച്ഛൻ അയാൾക്ക് ഫുഡുമായിട്ട് വരുന്നു. അയാളുടെ അച്ഛൻ നല്ലൊരു കുക്കായിരുന്നു. അത് കാരണം പോലീസുകാർക്കെല്ലാം അയാൾ ഉണ്ടാക്കുന്ന ആഹാരം ഇഷ്ടമാണ്. എന്നാൽ അച്ഛൻ ഇങ്ങനെ ഇവിടേക്ക് ആഹാരമായിട്ട് വരുന്നൊന്നും തന്നെ ജയപ്രകാശിന് അത്ര ഇഷ്ടമായിരുന്നില്ല. ജയപ്രകാശിന്റെ അച്ഛനും ഇതിനു മുമ്പ് പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ജയപ്രകാശിന് ഒരു കോള് വരുന്നു. ഈ സുമനെയും സാഹിലിനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള കോളായിരുന്നു അത്. അപ്പൊ തന്നെ ജയപ്രകാശ് മോനയുടെയും അശോകിന്റെയും വീട്ടിലെത്തി അവരുമായി സംസാരിക്കുന്നു. കുട്ടികൾ എന്തിനാണ് റേഡിയോ സ്റ്റേഷനിലേക്ക് പോയതെന്നും അവർ ധരിച്ചിരുന്ന ഡ്രസ്സിനെ പറ്റി എല്ലാം തന്നെ ജയപ്രകാശ് അശോകിനോട് ചോദിക്കുന്നു. കൂടാതെ അവരുടെ ഫോട്ടോയും അശോകിന്റെ കയ്യിൽ നിന്ന് ജയപ്രകാശ് വാങ്ങി. ചിലപ്പോൾ ഇതൊരു കിഡ്നാപ്പിംഗ് കേസായിരിക്കാം, കാശിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുമെന്നും ഫോണിന്റെ അടുത്ത് തന്നെ ഇരിക്കാനും അശോകിനോട് ജയപ്രകാശ് പറയുന്നു. ആ സമയം അശോകിന്റെ വീട്ടിലേക്ക് ഒരു കോള് വരുന്നു. എന്നാൽ അത് കിഡ്നാപ്പേഴ്സ് ആയിരുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. രണ്ടുപേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശോകിനെ വിളിച്ചത്. ആകെ ടെൻഷനോടുകൂടി അശോകും ജയപ്രകാശും ഹോസ്പിറ്റലിലേക്ക് എത്തി. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അത് സുമന്റെയും സാഹിലിന്റെയും ബോഡി ആയിരുന്നില്ല. അശോകിനെ കുറിച്ച് ആശ്വാസം തോന്നി. വീണ്ടും 8 ദിവസം മുൻപ് ബോംബെയിലേക്ക് കാണിക്കുന്നു. രജ്ജോവും ബാബു ആകട്ടെ എവിടെയെങ്കിലുമൊക്കെ വലിയ മോഷണം നടത്തി സെറ്റിലാകാനുള്ള പ്ലാനിലായിരുന്നു. കഥ വീണ്ടും പ്രസന്റ് ഡേ ഡൽഹിയിലേക്ക് വരുന്നു. സാധാരണ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കാശ് ചോദിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ജയപ്രകാശ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഞാൻ ആ പണിയൊക്കെ വിട്ടു, ഇപ്പൊ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണെന്ന്. പക്ഷെ ഇപ്പോഴും അങ്ങനെയൊക്കെ ചില പരിപാടി നടത്തുന്ന ഒരാളുണ്ട്. അയാൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഗൾഫിലേക്ക് ജോലിക്ക് അയക്കും. കുട്ടികളെ തട്ടിക്കൊണ്ടു വന്നിട്ട് ഈ ഫോറസ്റ്റ് ഏരിയയിലാണ് അയാൾ കുറച്ചു ദിവസം പാർപ്പിക്കുന്നത്. അങ്ങനെ പോലീസുകാര് ആ ഫോറസ്റ്റ് ഏരിയ മുഴുവൻ പരിശോധിക്കുന്നു. കഥ വീണ്ടും കുറെ ദിവസങ്ങൾക്ക് മുൻപ് ബോംബെയിലേക്ക് പോകുന്നു. രജ്ജുവും ബാബു ആകട്ടെ ഒരു കാറ് മോഷ്ടിച്ച് ആ കാറുമായിട്ട് ഒരാളുടെ വീട്ടിൽ കയറി മോഷണം നടത്തുന്നു. ആ വീട്ടിലെ വയസ്സായ ആളെ അടിച്ചിട്ട ശേഷം അവിടെ നിന്നും കുറെ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് ഇവർ കാറിലേക്ക് കയറി. രജ്ജു കാറിലേക്ക് വന്ന് കയറുമ്പോ കാണുന്നത് ബാബു ഒരു കൊച്ചു കുട്ടിയെ കൂടി ആ വീട്ടിൽ നിന്നും എടുത്ത് കാറിലിരുത്തിയിരിക്കുന്നതാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൂപ്പനെ ഇപ്പോൾ ഇവർ അടിച്ചിട്ടില്ലല്ലോ. എന്നാൽ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്കാക്കാൻ രജ്ജു പറയുന്നു. ബാബു കേൾക്കുന്നില്ല. ഇവനെ കുറച്ചു ദിവസം കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാമെന്നായിരുന്നു ബാബു പറയുന്നത്. രജ്ജുക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാബു നിർബന്ധിക്കുന്ന കാരണം രജ്ജു അതിന് സമ്മതിച്ചു. വീണ്ടും കഥ പ്രസന്റ് ഡേ ഡൽഹിയിലേക്ക് വരുന്നു. പോലീസുകാർ കാട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരാൾ പെട്ടെന്ന് വന്ന് ജയപ്രകാശിനോട് പറയുന്നുണ്ട് സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സർദാർജി ആ രണ്ട് കുട്ടികളെയും ബസ് സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഒരിടത്ത് ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ തൽക്കാലം പരിശോധന നിർത്തി സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ആടുകളെ മേയ്ക്കാൻ വന്ന ഒരാളാകട്ടെ ബ്ലഡ് പുരണ്ട ഒരു ചെരുപ്പ് കാണുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അയാൾ കാണുന്നത് സാഹിലിന്റെയും സുമന്റെയും ഡെഡ് ബോഡീസ് ആയിരുന്നു. രണ്ടുപേരുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ മൃതദേഹം അവിടെ കണ്ടതറിഞ്ഞിട്ട് പോലീസുകാർ അവിടേക്ക് എത്തി പരിശോധന നടത്തുന്നു. രണ്ടുപേരുടെയും ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. ഫോറസ്റ്റിന്റെ രണ്ട് ഭാഗത്തു നിന്നാണ് സാഹിലിന്റെ ഷൂ രക്തം പുരണ്ട നിലയിൽ കിട്ടിയത്. സുമന്റെ ഷോളും ഒരു ഭാഗത്തു നിന്ന് കിട്ടുകയും ചെയ്തു. SP അവിടെ വന്ന് ജയപ്രകാശിനോട് പറയുന്നുണ്ട് ഇത് ഹൈ പ്രൊഫൈൽ കേസാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും. കൂടാതെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആർമി ഉദ്യോഗസ്ഥന്റെ മക്കളാണ്. കൂടുതൽ പരിശോധനയിൽ അവർക്ക് ആ ഏരിയയിൽ നിന്നും ഒരു കാറിന്റെ മിറർ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും അത് കില്ലേഴ്സിന്റെ ആയിരിക്കുമെന്ന് അവർക്ക് സംശയം തോന്നി. സംഭവറിഞ്ഞ് കുറെ ജേർണലിസ്റ്റുകൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിസാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കാര്യങ്ങളറിഞ്ഞ് അശോക് അവിടെ എത്തിയപ്പോഴേക്കും ആ മൃതദേഹം കണ്ട് അയാൾ ആകെ
തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഒരു സർദാർജിയുടെ അടുത്ത് നിന്നും ലിഫ്റ്റ് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അയാളെ ചോദ്യം ചെയ്യുന്നു. അയാൾ പറയുന്നുണ്ട് താൻ ക്ലബിലേക്ക് പോകുന്ന വഴിയാണ് കുട്ടികൾ തന്നോട് ലിഫ്റ്റ് ചോദിച്ചത്. ആ ബോയ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് തന്റെ സ്കൂട്ടറിൽ രണ്ടുപേർക്കും ലിഫ്റ്റ് കൊടുത്തത്. പക്ഷെ അവർക്ക് റേഡിയോ സ്റ്റേഷനിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. തനിക്ക് മറ്റൊരു വഴിക്കും, അതുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് അവരെ താൻ ഇറക്കി വിട്ടുവെന്ന് അയാൾ പറയുന്നു. പക്ഷെ അതിനുശേഷം അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ഇയാൾക്കറിയില്ല. ജയപ്രകാശ് സംഘവും ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വന്ന് അവിടെയെല്ലാം പരിശോധിക്കുന്നു. അപ്പോഴേക്കും സുമന്റെയും സാഹിലിന്റെയും ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മോനയ്ക്ക് അവർ മരിച്ചുവെന്ന് വിശ്വസിക്കാനേ വയ്യ. ഇത് തന്റെ മക്കളല്ലാന്നും തന്റെ മക്കൾ മരിച്ചിട്ടില്ലാന്നും അവർ ഉടനെ തിരിച്ചു വരുമെന്നും മോനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മാനസിക നില വല്ലാതെ തകരാറിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഈ രണ്ടു കുട്ടികളുടെയും ശവസംസ്കാര ചടങ്ങാണ്. കഥ വീണ്ടും ബോംബെയിലേക്ക് പോകുന്നു. 6 ദിവസങ്ങൾക്ക് മുൻപ് ആ ബാബു ആകട്ടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ മീന എന്ന് പറയുന്ന ഒരു നേഴ്സുമായിട്ട് ഈ ബാബുവിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് മീനെ കല്യാണം കഴിക്കാമെന്നാണ് ബാബു അവൾക്ക് വാക്കുകൊടുത്തിരിക്കുന്നത്. മീന പക്ഷേ ബാബുവിനെ കുമാർ എന്നാണ് വിളിക്കുന്നത്. ബാബുവിന്റെ ആദ്യത്തെ പേര് കുമാർ എന്നായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാബു ആകട്ടെ മീനെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫിസിക്കലായിട്ട് അവൻ വല്ലാതെ അടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് ഹോസ്പിറ്റലാണെന്നും ഇവിടെ വെച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മീന അവനെ തള്ളി മാറ്റി. ആ സമയം രജ്ജു ആകട്ടെ ഇവർ തട്ടിക്കൊണ്ടുവന്ന ആ കുട്ടിയുമായിട്ട് ആളൊഴിഞ്ഞൊരു ബിൽഡിംഗിൽ ഇരിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ പേര് ജോണി എന്നാണ്. തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ രജ്ജു ആ പയ്യനെയും കൊണ്ട് റെയിൽവേ ട്രാക്കിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ രജ്ജുയുടെ കണ്ണു വെട്ടിച്ച പയ്യൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതും രജ്ജു കൈയോടെ പിടികൂടി അവനെ വീണ്ടും ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു. ഈ കുട്ടിയുടെ പേരൻസിന്റെ അടുത്ത് നിന്നും കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബാബു. പറഞ്ഞ സ്ഥലത്തേക്ക് കാശുമായിട്ട് വരണമെന്ന് പറഞ്ഞു. ജോണിയുടെ അച്ഛൻ കാശ് കൊണ്ടുവന്ന് ബാബു പറഞ്ഞ സ്ഥലത്ത് വെച്ചു. ബാബു ആ കാശ് പോയി എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പോലീസുകാർ അവനെ കൈയോടെ പിടിക്കാൻ വന്നു. എന്നാൽ അവരെയെല്ലാം തള്ളി മാറ്റിയിട്ട് ബാബു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീണ്ടും രജ്ജുയുടെ അടുത്തെത്തി. കഥ വീണ്ടും പ്രസന്റ് ഡേ ഡൽഹിയിൽ കാണിക്കുന്നു. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ജയപ്രകാശ് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ആ മുറിവുകളെല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട് വാളോ മറ്റോ ഉപയോഗിച്ച് കുത്തിയതാണെന്ന്. കൊലയാളി വാളുമായിട്ടാണോ നടക്കുന്നതെന്ന് ജയപ്രകാശ് ചിന്തിക്കുന്നു. സാഹിലിന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. സുമന്റെ ശരീരത്തിലും ഉണ്ട്. സുമനെ കൊന്നിരിക്കുന്നത് തലക്കടിച്ചാണ്. സുമനെ സെക്ഷലി അസോൾട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് ഇനിയും വരാനുണ്ടെന്നും അത് കിട്ടിയാലുടനെ തരാമെന്നും ഈ ഡോക്ടർ ജയപ്രകാശിനോട് പറയുന്നു. കൂടാതെ ഇവർക്ക് സംഭവ സ്ഥലത്തുനിന്ന് ഒരു മിറർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇവർ കൂടുതൽ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ മിററിൽ കണ്ടിരുന്ന പെയിന്റ് വെച്ചിട്ട് അവർക്കൊരു കാര്യം മനസ്സിലായി. ആ കാറിന് ലൈറ്റ് ഗ്രീൻ കളറാണ്. അതുകൊണ്ട് ആ മിററും ഗ്രീൻ കളറും വെച്ചിട്ട് അവർ പല വണ്ടികളും ചെക്ക് ചെയ്യുന്നുണ്ട്. എസ്പിയുടെ അടുത്ത് നിന്നും കേസ് തെളിയിക്കാനുള്ള പ്രഷർ ജയപ്രകാശിന് കൂടി വരികയാണ്. ആ സമയം കഥ വീണ്ടും ബോംബെയിലേക്ക് കാണിക്കുന്നു. കാശ് കിട്ടാതെ ആകെ ദേഷ്യത്തിലാണല്ലോ ബാബു രജ്ജുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. ദേഷ്യത്തോടെ ബാബു പറയുന്നുണ്ട് ഇവന്റെ അച്ഛൻ പോലീസുമായിട്ടാ വന്നത്. തലനാരഴിക്ക് ഞാൻ രക്ഷപ്പെട്ടത്. ഇവനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയുമെടുത്ത് ആ ജോണി എന്ന് പറയുന്ന പയ്യനെ കൊല്ലാൻ തുടങ്ങിയായിരുന്നു ബാബു. എന്നാൽ രജ്ജു ബാബുവിനെ തടുക്കുന്നു. ആ പയ്യനെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ മൽപ്പിടുത്തത്തിലായിരുന്നു. ഒരു വിധത്തിൽ ബാബു നടങ്ങി. പക്ഷെ ആ സമയം ജോണി വല്ലാതെ കരയുകയായിരുന്നു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ്. ദേഷ്യം വന്ന ബാബു ആകട്ടെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ജോണിയെ കുറെ തവണ കുത്തി കഴിഞ്ഞിട്ടാണ് ബാബുവിന് മനസ്സിലായത് ദേഷ്യത്തിൽ താൻ ചെയ്തു പോയത് ഒരു കൊലപാതകമാണെന്ന്. കഥ വീണ്ടും പ്രസന്റ് ഡേ ഡൽഹിയിലേക്ക് കാണിക്കുന്നു. നേരത്തെ ജേർണലിസ്റ്റുകളുടെ കൂട്ടത്തിൽ കണ്ട നിസാർ എന്ന് പറയുന്ന ആ ജേർണലിസ്റ്റ് പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ശരിക്കും ജയപ്രകാശിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. രണ്ടുപേരും ഈ കേസ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജയപ്രകാശ് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഇവൾക്കും ഷെയർ ചെയ്യും. അവളുടെ ന്യൂസ് പേപ്പറിന് അത് ഉപകാരമായിരുന്നു. പക്ഷെ ഇപ്പൊ തനിക്ക് പുതുതായിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ലെന്നും കേസ് എങ്ങും എത്തിയിട്ടില്ലെന്നും ജയപ്രകാശ് പറയുന്നു. ഇവിടെ സുമന്റെ സാഹിലിന്റെ അമ്മ മോനെയാകട്ടെ അപ്പോഴും ഷോക്കിലായിരുന്നു. സ്കൂൾ ടീച്ചറായ അവരാകട്ടെ കുട്ടികളുടെ പേപ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ മക്കൾ മരിച്ച കാര്യം അവർക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഥ വീണ്ടും ബോംബെയിലേക്ക് കാണിക്കുന്നു. ജോണിയെ കൊന്ന ശേഷം രജ്ജോയും ബാബുവും ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ജയപ്രകാശ് ആകട്ടെ സുമനെയും സാഹിലിനെയും അവസാനമായിട്ട് ആ സർദാർജി കണ്ട ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. കുറെ നേരം അവരുടെ ഡെഡ് ബോഡി കിട്ടിയ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ അയാൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് അയാളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരു പശു വരുന്നു. വണ്ടിയുടെ നിയന്ത്രണം വിടുകയും ഒരു വിധത്തിൽ അയാള് വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയും ചെയ്തു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. താഴെ ഫോറസ്റ്റ് ഏരിയയിൽ ഒരു കാറ് കിടക്കുന്നു. ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന അതേ ഗ്രീൻ കളർ കാർ. അതിന് ഒരു മിറർ ഉണ്ടായിരുന്നില്ല. കൊലയാളികൾ കാർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് ജയപ്രകാശിന് മനസ്സിലായി. തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഫോറൻസിക്കുകാര് ആ കാർ പരിശോധിക്കുന്നതാണ്. അതിൽ നിന്നും സുമന്റെയും സാഹിലിന്റെയും ഫിംഗർ പ്രിന്റ്സ് കിട്ടി. കൂടാതെ 2 അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെയും ഫിംഗർ പ്രിന്റ്സ് കിട്ടി. കൊലപാതകത്തിന് യൂസ് ചെയ്തിരുന്ന വാള്, കുട്ടികൾ കൊണ്ടുപോയിരുന്ന ഒരു കുട, ഇത് രണ്ടും ആ കാറിൽ നിന്ന് കിട്ടി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുൻപ് യൂസ് ചെയ്തിരുന്ന ഒരു വാളായിരുന്നു അത്. മോഹൻലാൽ സോദി ചൂരൻവാല എന്ന് അതിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. ഇയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടാം. 48 മണിക്കൂറിനുള്ളിൽ കില്ലറിനെ കണ്ടുപിടിക്കണമെന്ന് SP ജയപ്രകാശിനോട് പറയുന്നു. അല്ലെങ്കിൽ ഈ കേസ് ഇൻസ്പെക്ടർ ചൗഹാന്റെ കയ്യിലേക്ക് പോകും. വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് രജ്ജുവും ബാബുവും. സംഭവം നടക്കുന്നതിന് 4 ദിവസം മുമ്പുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. ഡൽഹിയിൽ തന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നും പ്യാരെ മോഹൻ എന്നാണ് അവന്റെ പേരെന്നും രജ്ജു പറയുന്നു. ഇവിടുത്തെ ഏതോ ഹോട്ടലിലാണ് അവൻ ജോലി ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ ആ കുട്ടിയെ കൊല്ലാൻ പാടില്ല എന്ന് രജ്ജു പറയുന്നുണ്ട്. ബാബു ഒരു വിധത്തിൽ അവനോട് സോറി പറയുന്നു. ഇവിടെ മോനെയാകട്ടെ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന്
നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പതിവ് പോലെ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നു. എല്ലാവരോടും തന്റെ മകൾ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് തന്റെ മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അശോക് ആകട്ടെ ഒരാളുടെ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട്. ഈ മോഹൻലാൽ സോദി ചൂരൻവാല എന്ന് പറയുന്ന ആളെ പറ്റി ജയപ്രകാശ് അന്വേഷിക്കുകയും അയാളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ അയാളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരാളിൽ നിന്നും അറിയുന്നുണ്ട് ഈ മോഹൻലാലിന് ഒരു മകനുണ്ടായിരുന്നുവെന്ന്. ആ മകന് ഈ നാട്ടിലെ പല ആണുങ്ങളുമായിട്ടായിരുന്നു ബന്ധം. അതായത് അയാൾ ഒരു ഗേ ആയിരുന്നു. അങ്ങനെയുള്ള ആളെ ആൾക്കാരെല്ലാം അകറ്റി നിർത്തി. അവൻ ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയി. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 4 ദിവസം മുമ്പ് തന്റെ കൂട്ടുകാരനായ പ്യാരെ മോഹനെ കാണാൻ വേണ്ടിയിട്ട് രജ്ജുവും ബാബുവും ആ ഹോട്ടലിലേക്ക് എത്തി. ഈ പ്യാരെ മോഹനാകട്ടെ ആ ഹോട്ടലില് പാടുകയായിരുന്നു. സ്ത്രീയുടെയും പുരുഷന്റെയും വോയിസിൽ മാറി മാറി പാടുന്ന പണിയായിരുന്നു അയാൾക്ക്. ഇതൊക്കെ കണ്ടിട്ട് ബാബു അവനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ പ്യാരെ മോഹൻ സ്വയം പറയുന്നത് താൻ ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ താൻ ഒരു സെക്സ് വർക്കർ ഒന്നുമല്ല. ഈ പ്യാരെ മോഹനെ ആ ബാറിൽ വരുന്ന ബല്ലു എന്ന് പറയുന്ന ഒരാള് സ്ഥിരമായിട്ട് ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അയാളുടെ മുഴുവൻ പേര് ബല്ലു സോദി ചൂരൻവാല എന്നാണ്. അതായത് ജയപ്രകാശ് അന്വേഷിച്ചു പോയ ആ മോഹൻലാൽ സോദി ചൂരൻവാലയുടെ മകനായിട്ടുള്ള ബല്ലു. ഇയാൾ ഒരു ഗേ ആയിരുന്നു. സ്ഥിരമായിട്ട് ഇയാളെന്നെ ശല്യം ചെയ്യുമെന്നും അയാൾക്ക് ആണുങ്ങളെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എപ്പോ നോക്കിയാലും എന്നെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പ്യാരെ മോഹൻ തന്റെ വിഷമം രജ്ജുവിനോടും ബാബുവിനോടും പറയുന്നു. അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ പ്യാരെ മോഹൻ കാത്തിരിക്കുകയായിരുന്നു. ആ ബല്ലു ആകട്ടെ പണ്ടുകാലം മുതലേ നല്ല റിച്ച് ആയിട്ടുള്ള കുടുംബമാണ്. അവന്റെ കയ്യില് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പല സാധനങ്ങളും ഉണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ അവിടെ പോയി മോഷണവും നടത്തി ഈ പ്യാരെ മോഹന് വേണ്ടിയിട്ട് ബല്ലൂനിട്ട് 2 അടിയും കൊടുത്തിട്ട് വരാമെന്ന് രജ്ജുവും ബാബുവും തീരുമാനിക്കുന്നു. അയാളോട് പകരം വിട്ടാൻ അവസരം കിട്ടിയപ്പോൾ പ്യാരെ മോഹനും ഇവരുടെ കൂടെ കൂടി. ആ സമയം വീണ്ടും കഥ പ്രസന്റ് ഡേ ഡൽഹിയിലേക്ക് കാണിക്കുന്നു. ആ കാറ് കൂടുതൽ പരിശോധിച്ചപ്പോൾ കില്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ബ്ലഡ് സ്റ്റെയിനും കാറിലുണ്ടായിരുന്ന കുടയിൽ നിന്ന് കണ്ടെത്തിയെന്ന് ഫോറൻസിക്കുകാർ പറയുന്നു. കുട്ടികളെ അവർ ഉപദ്രവിച്ച പോലെ തന്നെ അവർ തിരിച്ച് ആ കില്ലേഴ്സിനെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ നല്ല രീതിയിൽ മുറിവുകൾ കുട്ടികൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവർ പോയിട്ടുണ്ടാകും. കൂടുതൽ അന്വേഷിക്കുമ്പോൾ ജയപ്രകാശിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഈ കുട്ടികൾ മിസ്സിംഗ് ആയി എന്ന രാത്രിയിൽ 2 പേർ കാർ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ തേടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുറിവുകൾ കാർ ആക്സിഡന്റിൽ സംഭവിച്ചതായിട്ട് ഡോക്ടർക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചത്. പോലീസ് വന്ന് ഈ 2 പേരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ആ പോലീസുകാരനോട് ജയപ്രകാശ് ചോദിച്ചപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞത് ആ 2 പേരുടെയും പേര് പ്യാരെ കുമാർ എന്നും മോഹൻകുമാർ എന്നുവാ അവര് പറഞ്ഞത്. അവർ പാവപ്പെട്ടവരാണെന്നും കേസിന്റെ ഒന്നും പിന്നാലെ പോകാൻ വയ്യാന്നും ഇത് വെറും കാർ ആക്സിഡന്റ് മാത്രമാണെന്നും പറഞ്ഞ് ഈ പോലീസുകാരനെ പറ്റിച്ച് കടന്നു കളയുകയായിരുന്നു. അവർ ഒരു അഡ്രസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ നന്നായിട്ട് ചോദ്യം ചെയ്യാഞ്ഞത് എന്താണെന്ന് ചോദിച്ച് ജയപ്രകാശ് ഈ പോലീസുകാരനെ വഴക്ക് പറഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നുണ്ട് സാറു അന്ന് ഇതേ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നുവെന്ന്. അന്ന് ആ കുട്ടികളെ കാണാതായ രാത്രിയില് അശോകൻ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഡെഡ് ബോഡി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. അന്ന് അശോകും ജയപ്രകാശും ഈ ഹോസ്പിറ്റലിലേക്ക് വരികയും അത് ആ കുട്ടികളുടെ ഡെഡ് ബോഡി അല്ലാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതേ സമയം തന്നെയായിരുന്നു ഈ ഹോസ്പിറ്റലില് ഈ 2 പേരും ഉണ്ടായിരുന്നതും. എന്താണെങ്കിലും ആ കില്ലേഴ്സ് കൊടുത്ത അഡ്രസ്സിലേക്ക് അന്വേഷിച്ചു പോകാൻ ജയപ്രകാശ് തീരുമാനിച്ചു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ബല്ലുവിന് പണി കൊടുക്കാൻ അയാളുടെ വീട്ടിലേക്ക് എത്തിയ ബാബുവും രജ്ജോയും പ്യാരെയും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ബാബുവിന്റെ സ്വഭാവം മാറി. ബാബു ബല്ലുവിനോട് പറയുന്നുണ്ട് നീ വേണമെങ്കിൽ ഈ പ്യാരെ മോഹനെ എടുത്തോ, പകരമായിട്ട് ഓരോ തവണ നീ ഇവനെ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് 1000 രൂപ വെച്ച് തന്നാ മതിയെന്ന്. പ്യാരയ്ക്ക് വേണ്ടിയിട്ട് ബല്ലുവിനെ അടിക്കാൻ വന്നിട്ട് ബാബു ആകട്ടെ പ്യാരയെ ബല്ലുവിനെ വിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബല്ലു ആകട്ടെ പ്യാരെ മാത്രം പോരാ, നിങ്ങൾ 2 പേരെയും കൂടി എനിക്ക് വേണം, എന്റെ ആഗ്രഹങ്ങൾ നിങ്ങളും സാധിച്ചു തരണമെന്ന് പറയുന്നു. ദേഷ്യം വന്ന ബാബു ആകട്ടെ ഈ ബല്ലുവിന്റെ തലക്കടിക്കുന്നു. അവിടെയിട്ട് അടിച്ചടിച്ച് ബല്ലുവിനെ കൊന്നു. വെറുതെ അടിക്കാനെന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം ബല്ലുവിനെ കൊല്ലുന്ന കണ്ടപ്പോൾ പ്യാരെ പേടിച്ച് തന്റെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ബല്ലുവിന്റെ ജൂം ആ വീട് മുഴുവൻ പരിശോധിക്കുന്നു. അവിടെ വിലപിടിപ്പുള്ള വലിയ വസ്തുക്കളൊന്നും അവർ കണ്ടില്ല. പക്ഷേ 2 വാൾ അവർ കണ്ടു. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉണ്ടായിരുന്ന വാൾ. ആ 2 വാളും ഇവർ കൈക്കലാക്കി. കഥ പ്രസന്റ് ഡേ ഡൽഹിയിലേക്ക് കാണിക്കുന്നു. പ്യാരെ കുമാർ എന്നും മോഹൻകുമാർ എന്നും കള്ളം പറഞ്ഞ രജ്ജുവും ബാബു ആകട്ടെ കൊടുത്തിരുന്ന അഡ്രസ് നമ്മുടെ പ്യാരെ മോഹന്റെ അഡ്രസ് ആയിരുന്നു. ആ അഡ്രസ്സിലേക്കാണ് ജയപ്രകാശും കൂട്ടരും വരുന്നത്. അവർ അവിടെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്നും അവർക്ക് ഒരു വാള് കണ്ടെടുക്കാനായി. ഓൾറെഡി ഒരു വാള് ഇവർക്ക് കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. 2ാമത്തെ വാള് ഇവർ കണ്ടെടുത്തു. വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ബല്ലുവിന്റെ വീട്ടിൽ നിന്നും ആ വാളും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിയ രജ്ജുവും ബാബുവും അവിടെ കിടന്നിരുന്ന ആ ഒരു ഗ്രീൻ കാറും മോഷ്ടിക്കുന്നു. അവിടെയാണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് സീനാണ്. സുമനെയും സാഹിലിനെയും ആ പച്ചക്കാറില് ആരോ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു പാൽക്കാരൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആ കാറിന്റെ പിറകെ പോയി. എന്നാൽ ആ കാറാകട്ടെ അയാളെ ഇടിച്ചിട്ടിട്ട് അവിടെ ഒന്നും പോയി. അയാളുടെ കാലൊടിയുകയും ചെയ്തു. അയാൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ജേർണലിസ്റ്റ് നിസാറിനോടായിരുന്നു. തന്റെ കാല് വയ്യാതിരിക്കുന്നത് കാരണം തന്റെ സഹോദരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും ഇതവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുകയും ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞതൊന്നും തന്നെ അവിടെ ആരും കേട്ടില്ല. ഹെൽപ്പ് ലൈനിലേക്കും കുറെ വിളിച്ചു. ഒടുവിലാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്. പ്രസന്റ് ഡേയിൽ ജയപ്രകാശ് ആകട്ടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രജ്ജുവിനെയും ബാബുവിനെയും കണ്ട ആ പോലീസുകാരനെ ഉപയോഗിച്ച് അവരുടെ ഒരു സ്കെച്ച് തയ്യാറാക്കുന്നു. തങ്ങളുടെ പേര് പ്യാരെ കുമാർ എന്നും മോഹൻകുമാർ എന്നും ആയിരുന്നല്ലോ അവർ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഡ്രസ് കൊടുത്തത് പ്യാരെ മോഹന്റെ
അഡ്രസ്സും. പ്യാരെ മോഹൻ താമസിച്ചിരുന്ന ആ വീടിന്റെ ഓണറിനെ വിളിച്ചിട്ട് ഈ സ്കെച്ച് കാണിക്കുന്നു. ഇത് തന്നെയാണോ പ്യാരെ മോഹൻ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ഈ പ്യാരെ മോഹൻ രണ്ടാൾക്കാരല്ല, ഒരാളാണ്. ഞാൻ പറയുന്ന പ്യാരെ മോഹൻ ഈ രണ്ടു പേരുമല്ല. അവൻ അടുത്തുള്ളൊരു ബാറില് സിംഗറാണ്. അതിനിടയ്ക്ക് ഈ കേസില് പോലീസുകാർ അനാസ്ഥ കാണിക്കുന്നുണ്ടെന്നും കേസ് എങ്ങും എത്തുന്നില്ല എന്നും പറഞ്ഞിട്ട് നിസാറിന്റെ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നു. നിസാർ ആയിരുന്നു ആ റിപ്പോർട്ട് കൊടുത്തത്. അത് കണ്ടിട്ട് ജയപ്രകാശിന് ദേഷ്യം വരുന്നു. ജയപ്രകാശും കൂട്ടരും ആ വാളിന്റെ ഇപ്പോഴത്തുടമ മോഹൻലാൽ സോദി ചൂരിവാലയുടെ മകൻ ബല്ലു സോദി ചൂരിവാലയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ബല്ലുവിന്റെ ഒരു ഫ്രണ്ടിനെ ഇവർ കണ്ടെത്തുന്നു. അവനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ബല്ലുവിന്റെ വീട് ആ ഫ്രണ്ട് കാണിച്ചു കൊടുക്കുന്നു. ഈ ബല്ലുവിന് ഇയാൾക്കും തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ബല്ലുവിന്റെ വീട് പോയി പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ബല്ലു ഓൾറെഡി തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന്. അവിടെ ഒരു പെട്ടിയിൽ അടച്ച നിലയിൽ ബല്ലുവിന്റെ ഡെഡ് ബോഡി ഇവർക്ക് കിട്ടി. ആ വീട്ടിൽ നിന്നും മിസ്സായ വാളാണ് പ്യാരെ മോഹന്റെ വീട്ടിൽ നിന്നും ഇവർ കണ്ടെടുത്ത ഒരു വാള്. ഒരു വാളാകട്ടെ സുമനെയും സാഹിലിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ആ കില്ലേഴ്സ് ഉപയോഗിച്ചിരുന്നു. ബല്ലു കൂടുതൽ സമയവും ബാറിലായിരുന്നു ചെലവഴിച്ചിരുന്നതെന്ന് അയാളുടെ ആ ഫ്രണ്ട് പറയുന്നു. അത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. 3 ദിവസം മുമ്പ് ഡൽഹി. ബല്ലുവിനെ കൊന്ന ശേഷം ആ വീട്ടിൽ നിന്നും മോഷ്ടിച്ച വാളുമായിട്ട് രജ്ജുവും ബാബുവും ഒരിടത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്നു. ബല്ലുവിനെ നമ്മൾ കൊല്ലുന്നത് പ്യാരെ മോഹൻ കണ്ടിട്ടുണ്ട്. അവനെ എങ്ങനെയെങ്കിലും കൈയോടെ പിടിക്കണം, അവനെയും കൊല്ലണം, അല്ലെങ്കിൽ അവൻ പോലീസുകാരോട് നമ്മളെ കുറിച്ച് പറയും. അങ്ങനെ ബാറിൽ റെഡിയായിക്കൊണ്ടിരുന്ന പ്യാരെ മോഹനെ ഇവർ അവിടെ പോയി പിടിക്കുന്നു. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്ന് ബാബു രജ്ജു നിർബന്ധപൂർവ്വം ഇയാളെ പിടിച്ചുകൊണ്ടു പോകുകയായിരുന്നു. ബാറിന്റെ ഓണർ ഇവരോട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോലീസിൽ നിന്നാണെന്നും ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുകയാണെന്നും പറഞ്ഞിട്ട് രജ്ജുവും ബാബുവും അയാളെ പേടിപ്പിച്ചിട്ട് പ്യാരെ മോഹനെയും കൊണ്ട് ആ ഗ്രീൻ കാറിൽ കടന്നു കളഞ്ഞു. പ്രസന്റ് ഡേ ഡൽഹി വീണ്ടും കാണിക്കുന്നു. ബല്ലുവിന്റെ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് സാഹിലിനെയും സുമനെയും കൊന്ന അതേ കില്ലേഴ്സിന്റെ ഫിംഗർ പ്രിന്റ് ആണെന്ന് തെളിഞ്ഞു. അതായത് ഇവർ സുമനെയും സാഹിലിനെയും കൊല്ലുന്നതിന് മുൻപാണ് ബല്ലുവിനെ കൊന്നിരിക്കുന്നത്. നിസാർ ജയപ്രകാശിനെ കാണാൻ വന്നെങ്കിലും ജയപ്രകാശ് നിസാറിനോട് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അവളുടെ പത്രത്തില് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് വന്നത് കാരണം ജയപ്രകാശ് ആകട്ടെ പ്യാരെ മോഹന്റെ ഹൗസിന്റെ ഓണറിനെ കൊണ്ട് അയാളുടെ ഒരു രേഖാചിത്രം വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ രേഖാചിത്രവുമായിട്ട് പ്യാരെ മോഹൻ ജോലി ചെയ്തിരുന്ന ബാറിലേക്ക് പോകുന്നു. ബാർ ഓണറും ഇതാണ് പ്യാരെ മോഹൻ എന്ന് പറയുന്നു. പ്യാരെ മോഹൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു ദിവസം മുമ്പ് രണ്ടുപേരും വന്ന് പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അവനെ ഇവിടെ ഒന്നും പിടിച്ചുകൊണ്ടുപോയി എന്നാണ് അയാൾ പറയുന്നത്. ഒരു ഗ്രീൻ കാറിലാണ് അവരവനെ കൊണ്ടുപോയത്. അതോടുകൂടി ജയപ്രകാശിന് ഉറപ്പായി ആ കില്ലേഴ്സ് തന്നെയാണ് പ്യാരെ മോഹനെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്ന്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 3 ദിവസം മുൻപ് പ്യാരെ മോഹനെ തട്ടിക്കൊണ്ട് ആളൊഴിഞ്ഞ ഒരു ഏരിയയിലേക്ക് പോവുകയായിരുന്നു ബാബുവും രജ്ജുവും. അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുകയാണ്. എന്നാൽ ആ സമയം ആ ഏരിയയിൽ ഒരു കാമുകിയും കാമുകനും ഉണ്ടായിരുന്നു. കാമുകിക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങാൻ റോഡിന്റെ സൈഡിലേക്ക് പോയതാണ് കാമുകൻ. ആ സമയത്ത് ഒരു കാവൽക്കാരനായിട്ടുള്ള പോലീസുകാരനും അവിടെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും കാമുകിയെ കാണുന്നില്ല. ആ ഏരിയയിൽ നിന്നിരുന്ന ബാബു ആകട്ടെ ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് പ്യാരെ മോഹന്റെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ വെറുതെ വിടണമെങ്കിൽ നീ ഈ പെൺകുട്ടിയെ കൊല്ലണം. ഞങ്ങളുടെ വിശ്വാസം എന്നാലേ നിനക്ക് നേടിയെടുക്കാൻ പറ്റൂ. നീ നല്ലൊരാണാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ പ്യാരെ മോഹനെ കൊണ്ട് ആ പെൺകുട്ടിയെ കൊല്ലാൻ സാധിച്ചില്ല. എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും കരയുകയായിരുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടിയെ കാണാതെ അന്വേഷിച്ചു വന്ന കാമുകം കാണുന്നുണ്ട് ബാബു രജ്ജുവും ചേർന്നിട്ട് ഈ പെൺകുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അയാൾ ബഹളം ഉണ്ടാക്കുകയും ആ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഇവരുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്യുന്നുണ്ട്. പേടിച്ചുപോയ ബാബുവും രജ്ജുവും ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടിക്കളയുന്നു. പ്യാരെ മോഹന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അയാൾ ആ പോലീസുകാരന്റെ കാലിൽ വീഴുന്നു. താനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവര് തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, പോലീസ് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ ഇവരെന്നെ കൊന്നുകളയും. എങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ആ പോലീസുകാരൻ പ്യാരെ മോഹനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ സമയം സ്കൂളില് പ്രിൻസിപ്പൽ ആകട്ടെ മോനിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മാനസിക നില ശരിയല്ലാന്നും അതുകൊണ്ട് ലീവ് എടുത്ത് ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകാനും. മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ അശോക് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അയാൾ റിപ്പോർട്ട് കൊണ്ടു കൊടുക്കുന്നു. ആ റിപ്പോർട്ട് കണ്ട് അശോക് ശരിക്കും തകർന്നു പോയി. കാരണം സുമനെ ആ കില്ലേഴ്സ് റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്യാരെ മോഹനെ പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ. പ്യാരെ മോഹനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ജയപ്രകാശ് പല സ്റ്റേഷനിലേക്കും അവന്റെ രേഖാചിത്രം അയച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഒരു സ്റ്റേഷനിൽ നിന്നും കോള് വന്നു, തങ്ങളുടെ സ്റ്റേഷനിൽ അയാളെ ഉണ്ടെന്നും 2 ദിവസമായിട്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ജയപ്രകാശ് അവിടെ എത്തി പ്യാരെ മോഹനെ കാണുന്നു. രജ്ജുവിന്റെ ബാബുവിന്റെ രേഖാചിത്രങ്ങൾ കാണിക്കുമ്പോൾ പ്യാരെ മോഹൻ പറയുന്നുണ്ട്, ഇത് രജ്ജു ആണെന്നും അവൻ എന്റെ കൂട്ടുകാരനാണ്, അവനാണ് ബാബുവിനെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന്. കുറച്ചു ദിവസം മുന്നേ രണ്ടുപേരും ബോംബെയിൽ നിന്ന് വന്നതാണ്. ബില്ലുവിനെ കൊന്നതും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണെന്ന് പ്യാരെ മോഹൻ പറയുന്നു. ഇതേ 2 പേർ ചേർന്നിട്ട് ആ ആർമി ഓഫീസറിന്റെ മക്കളെയും കൊന്നുവെന്ന് ജയപ്രകാശ് പറഞ്ഞതും പ്യാരെ മോഹൻ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുന്നു. പെൺകുട്ടിയെ കൊല്ലാൻ പ്യാരെ മോഹനോട് പറഞ്ഞിട്ട് അവൻ കേൾക്കാതിരിക്കുകയും അവിടേക്ക് പെൺകുട്ടിയുടെ കാമുകനും പോലീസുകാരനും വന്നതോടുകൂടി പേടിച്ചോടുകയും ചെയ്യുകയായിരുന്നല്ലോ ബാബുവും രജ്ജുവും. അവർ കാറിൽ പോവുകയായിരുന്നു. ഇനി ഇവിടെ നിൽക്കണ്ടെന്നും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു അവർ. എന്നാൽ പോകുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും കൂടി നമുക്ക് സ്വന്തമാക്കണ്ടെന്ന് കരുതിയിട്ട് അവർ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് സുമനും സാഹിലും ചേർന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവരോട് ലിഫ്റ്റ് ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. ഇത്രയും നേരം കാണിച്ചതെല്ലാം ഫ്ലാഷ് ബാക്ക് സീൻസും പ്രസന്റ് സീൻസും ഇടകലർത്തിയായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ക്രൈം നടന്ന ദിവസം ഇന്നായിരുന്നു. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സുമനെയും സാഹിലിനെയും കൊന്ന ശേഷം രജ്ജുവും ബാബുവും രക്ഷപ്പെടുന്ന സീനാണ്. പക്ഷെ അവരുടെ ശരീരത്തിൽ നിറയെ മുറിവുകൾ ഉണ്ടായിരുന്നു. ബാബു പാതി ബോധത്തിലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. നിയന്ത്രണം തെറ്റി വണ്ടി കാടിന്റെ ഒരു സൈഡിലേക്ക് പോയി വീഴുകയും എങ്ങനെയൊക്കെയോ രജ്ജു ആകട്ടെ ബാബുവിനെ രക്ഷിച്ചുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. മുറിവുകളെല്ലാം വെച്ച് കെട്ടിയ ശേഷം അവർ അവിടെ നിന്നും പോകാൻ നേരത്താണ് ആ ഡോക്ടർ സംശയം തോന്നിയിട്ട് പോലീസിൽ വിളിച്ചു പറഞ്ഞത് കാരണം പോലീസുകാരൻ ഇവരെ ചോദ്യം ചെയ്യാൻ വരുന്നത്. തങ്ങൾ ഗ്രാമത്തിലുള്ളവരാണെന്നും പോലീസ് കേസിലൊന്നും ചെന്നപ്പെടാൻ താല്പര്യമില്ല, ചെറിയൊരു കാർ ആക്സിഡന്റ് ആയതാ, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ പേര് പ്യാരകുമാർ എന്നും മോഹൻകുമാർ എന്നും കള്ളം പറഞ്ഞ് ഒരു കള്ള അഡ്രസ്സും കൊടുത്തിട്ട് അവർ അവിടെ നിന്നും മുങ്ങി. തൽക്കാലം രജ്ജുവിനോട് തന്റെ ഗ്രാമത്തിലുള്ള സഹോദരിയുടെ അടുത്തേക്ക് പോകാൻ ബാബു പറയുന്നു. സുമന്റെ കാതിൽ നിന്നും എടുത്ത് ജിബിക്കയും രജ്ജോയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പരും ബാബു രജ്ജോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു രജ്ജോ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ രജ്ജോയുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും അവരുടെ മകളും ആയിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരിയുടെ ഭർത്താവാകട്ടെ രജ്ജോയെ കുറെ വഴക്ക് പറയുന്നുണ്ട്. അവനൊരു ആണല്ലാന്നും അവന് സ്ത്രൈണ സ്വഭാവമാണെന്നൊക്കെ അയാൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. രജ്ജോയുടെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ അടുത്തുള്ളൊരു വൈദ്യനെ കാണാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ കൂടെയാണ് അവിടേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഒരു പത്രത്തില് സുമന്റെ സാഹിലിന്റെ ഫോട്ടോ കണ്ടതും രജ്ജോ ആകെ പേടിക്കാൻ തുടങ്ങി. അവിടെ അടുത്തുള്ളൊരു ബൂത്തിൽ നിന്ന് അവൻ ബാബുവിനെ വിളിക്കുന്നു. തനിക്ക് പേടിയാകുന്നു, താനും അവിടേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട്. തൽക്കാലം നമ്മൾ മാറി നിൽക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് ബാബു ഫോൺ കട്ട് ചെയ്തു. 2 ദിവസമായിട്ട് ഇവൻ തങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് കാരണം ഈ രജ്ജോയുടെ സഹോദരിയുടെ ഭർത്താവിന് ദേഷ്യം വരുന്നുണ്ട്. ഇവനെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാ നല്ലത്, എന്തിനാ ഇവനും കൂടി ചെലവിന് കൊടുക്കുന്നതെന്ന് ചോദിച്ച് അയാൾ തന്റെ ഭാര്യ അടിക്കുന്നു. ഇതെല്ലാം രജ്ജോയും കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഇവരുടെ മകളാകട്ടെ രജ്ജോയുടെ അടുത്തൊന്ന് പറയുന്നുണ്ട്, ചേട്ടന് ബോംബെയിലൊക്കെ നല്ല പരിചയക്കാരുള്ളതല്ലേ, എനിക്ക് സിനിമയിൽ ഹീറോയിനാകാൻ ആഗ്രഹമുണ്ട്, എന്റെ ഫോട്ടോയൊക്കെ ഞാൻ ചേട്ടന് തരാം, എന്നെ കൂടി അവിടേക്ക് കൊണ്ടുപോകാൻ. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ രജ്ജോയ്ക്ക് ദേഷ്യം വരുന്നു. നീയാണോ ഈ മുഖം വെച്ചിട്ട് ഹീറോയിനാകാൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അടിക്കുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ സഹോദരി ഭർത്താവിന്റെ 2 വീലറും കൊണ്ട് രജ്ജു അവിടെ നിന്ന് കടന്നു കളയുന്നു. പ്രസന്റ് ഡേയില് രജ്ജോയുടെ ഗ്രാമത്തിലേക്ക് അവനെ അന്വേഷിച്ച് ജയപ്രകാശും കൂട്ടരും വരികയും ഇവന്റെ ഈ സഹോദരിയുടെ വീട്ടിൽ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ രജ്ജു ഇവിടെ വന്നിട്ട് തന്റെ 2 വീലറും കൊണ്ട് മുങ്ങിയ കാര്യമെല്ലാം തന്നെ അയാൾ പറയുന്നുണ്ട്. ഇവൻ കൊലപാതകങ്ങൾ ചെയ്തിട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പേടിക്കുന്നു. സഹോദരിയുടെ മുഖത്തും അവരുടെ മകളുടെ മുഖത്തും അടികൊണ്ട പാടുകളുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും കാൽ വഴുതി വീണതാണെന്നാ പറയുന്നത്. എന്നാൽ രജ്ജോയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന്റെ പേരില് സഹോദരിയുടെ ഭർത്താവ് തന്നെയാണ് അവരെ അടിച്ചതെന്ന് മനസ്സിലാക്കി ജയപ്രകാശ് അയാൾക്ക് നല്ല വാണിംഗ് കൊടുത്തിട്ടാണ് പോകുന്നത്, സ്ത്രീകളുടെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് രജ്ജയെ ഒരിടത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവിടേക്ക് പോയെങ്കിലും ജയപ്രകാശ് എത്തുന്നതിന് മുമ്പ് രജ്ജു അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കേസ് എങ്ങും എത്തുന്നില്ല. മിക്കവാറും ജയപ്രകാശിന്റെ കയ്യിൽ നിന്ന് കേസ് ഇൻസ്പെക്ടർ ചൗഹാന്റെ കയ്യിലേക്ക് പോകും. SP പ്രഷർ കൂടി വരികയായിരുന്നു. അവസാനം അയാൾ ജയപ്രകാശിനോട് പറയുന്നുണ്ട്, നീ ഈ കേസിൽ നിന്ന് ഒഴിവായിക്കോ, ഇൻസ്പെക്ടർ ഈ കേസ് നോക്കിക്കൊള്ളുവെന്ന്. കേസ് കയ്യിൽ നിന്ന് പോയ ദേഷ്യത്തിലായിരുന്നു അന്ന് ജയപ്രകാശ് വീട്ടിലേക്ക് എത്തിയത്. ആ സമയം നിസാറാകട്ടെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ ജയപ്രകാശിന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ ഒന്നും എടുക്കാൻ വന്നതല്ല, അങ്ങോട്ടൊരു ഇൻഫർമേഷൻ തരാൻ വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോംബെയില് ഇവർ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നു. ജോണി എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൊലപാതകം. ബോംബെയിലുള്ള സ്റ്റേഷനിലും രജ്ജോനെയും ബാബുവിനെയും പറ്റി ജയപ്രകാശ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവിടെ നിന്നും ജയപ്രകാശിന് ഒരു കോള് വരുന്നുണ്ട്. തലേന്ന് രാത്രി ഇവിടെ ഒരു സ്ത്രീയുടെയും അവരുടെ ഭർത്താവിനെയും നേരെ ബാബു ആകട്ടെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അവർ ബാബുവിനെ തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഇൻഫർമേഷൻ ജയപ്രകാശിന് കിട്ടിയത്. അതായത് ബാബു ഇപ്പോൾ ബോംബെയിലുണ്ട്. പക്ഷെ കേസ് തന്റെ കയ്യിൽ നിന്നും പോയെന്ന് ജയപ്രകാശിന് അറിയാം. എന്നാലും ഇപ്പോൾ കേസ് കൈകാര്യം ചെയ്യുന്ന ആ ഇൻസ്പെക്ടർ ചൗഹാൻ അറിയാതെ ബോംബെയിലേക്ക് പോയിട്ട് ബാബുവിനെ പറ്റി അന്വേഷിക്കാൻ ജയപ്രകാശ് തീരുമാനിക്കുന്നു. അന്ന് രാത്രി മോനെയാകട്ടെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന സുമന്റെയും സാഹിലിന്റെയും വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ കാണുന്നുണ്ട്. മരണസമയത്ത് അവർ ധരിച്ചിരുന്ന സാധനങ്ങള് പോലീസുകാര് അശോകന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതോടുകൂടി മോനെ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ ഷോക്കിൽ നിന്നും അവർ പുറത്തു വന്നു. തങ്ങളുടെ മക്കൾ മരിച്ചു എന്നുള്ള റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തു. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 12 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അന്ന് നമ്മുടെ ബാബുവിന്റെ പേര് കുമാർ എന്നായിരുന്നു. സ്കൂളിൽ ഒരു കുട്ടിയുമായിട്ട് വഴക്കിട്ട് അവൻ ആ കുട്ടിയുടെ തലയടിച്ചു പൊട്ടിച്ചു. അവനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുമാറിന്റെ അമ്മയെ പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. ഈ ഒരു തവണ കൂടി അവനോട് ക്ഷമിക്കാനാണ് അവർ പറയുന്നത്. കുമാറിനോട് അവർ നല്ല ദേഷ്യത്തിലായിരുന്നു. അമ്മയുടെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് എവിടെ നിന്നോ കുറച്ച് തേനും എടുത്തുകൊണ്ട് കുമാർ അമ്മയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ആ തേൻ വാങ്ങിയ ശേഷം ആ അമ്മയാകട്ടെ കുമാർ അടിച്ച പയ്യന്റെ കയ്യിലേക്ക് അതെടുത്ത് കൊടുക്കുന്നു. എന്നാൽ ആ പയ്യൻ പറയുന്നുണ്ട്, ഈ തേൻ എനിക്ക് വേണ്ടാന്ന്, ഇത് കുമാർ സ്റ്റാഫ് റൂമിൽ നിന്നും മോഷ്ടിച്ചതാണ്. അത് കേട്ടതോടുകൂടി കുമാറിന്റെ അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു. കുമാറിനും ആ പയ്യനോടുള്ള ദേഷ്യം കൂടി. അമ്മ കുമാറിനെ വഴക്ക് പറഞ്ഞിട്ട് പോയി. ദേഷ്യം വന്ന കുമാറാകട്ടെ ആ പയ്യൻ ടോയ്ലറ്റിലേക്ക് കയറിയതും നിനക്ക് മോഷ്ടിക്കാത്ത യഥാർത്ഥ ഹണി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ ബാത്റൂമിന്റെ സൈഡിലുള്ള തേനീച്ചക്കൂടിലേക്ക് കല്ലെറിയുന്നു. അതിനുശേഷം പയ്യനെ ബാത്റൂമിലിട്ട് പുറത്തു നിന്നും അവൻ പൂട്ടി. ആ തേനീച്ചയുടെ കുത്തേറ്റ് ആ പയ്യൻ മരിച്ചു. കുമാർ അഥവാ ബാബുവിന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. കഥ പ്രസന്റ് ഡേ കാണിക്കുന്നു. ജയപ്രകാശ് ബോംബെയിലേക്ക്
ബോംബെയിലേക്ക് എത്തി. ബാബുവും രജ്ജുവും ചേർന്നിട്ട് തുടക്കത്തിൽ ജോണി എന്ന് പറയുന്ന ഒരു പയ്യനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ എല്ലാം പോയി ജയപ്രകാശ് പരിശോധിക്കും. ബാബു തലേ ദിവസം ഏതോ ഒരു കപ്പലിനെ ആക്രമിച്ചുവെന്നും അവർ പറയുന്നുണ്ട്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഡൽഹിയില് സാഹിലിനെയും സുമനെയും കൊന്ന ശേഷം രജ്ജോയെ ഗ്രാമത്തിലേക്ക് പറഞ്ഞുവിട്ടു. ബാബു ആകട്ടെ ബോംബെയിലേക്കും വന്നു. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. ബോംബെയിലെത്തിയ ബാബു ആകട്ടെ ജിമ്മി എന്ന് പറയുന്ന തന്റെ ഫ്രണ്ടിനെ കാണുന്നു. ജിമ്മിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഹണിമൂണിന് ആഗ്രയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ആഗ്രയ്ക്ക് ഞാൻ 2 ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ജിമ്മി പറയുന്നുണ്ട്. കല്യാണമായിട്ട് നിനക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ, എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വരാമെന്ന് കരുതി ബാബു ആകട്ടെ അവിടെ കിടന്നൊരു ടാക്സി കാർ എടുത്തുകൊണ്ട് രാത്രിയിൽ പുറത്തിറങ്ങി. ആ സമയം ടാക്സി നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഫ്രെഡി എന്നും ഡീന എന്നും പറയുന്ന കപ്പള്. അവർ കൈ കാണിച്ചപ്പോൾ ബാബു നിർത്തുകയും അവർ ടാക്സിയിലേക്ക് കയറുകയും ചെയ്തു. എന്നാൽ വഴിയിൽ വെച്ചിട്ട് ഫ്രെഡിയെ ആക്രമിച്ച് ബാബു അവശ നിലയിലാക്കി. ഡീനയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അവരെയും ഉപദ്രവിച്ചു. അവരുടെ വണ്ടിയിൽ ഒരു ചെറിയ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ആ നായ്ക്കുട്ടിയെ എടുത്തുകൊണ്ട് അവരെയും കൊള്ളയടിച്ച് ബാബു അവിടെ നിന്നും കടന്നു കളഞ്ഞു. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. ബോംബെയിലേക്ക് എത്തിയ ജയപ്രകാശ് ബാബു ആക്രമിച്ചിട്ട് പോയ ആ കപ്പിൾസിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അവർ ജയപ്രകാശിനോട് പറഞ്ഞു. തങ്ങളുടെ നായ്ക്കുട്ടിയെ അവൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആ സ്ത്രീ കരയുകയായിരുന്നു. ഈ ബാബുവിന്റെ കയ്യില് മുൻപ് എപ്പോഴോ തീ കൊണ്ട് പൊള്ളി പാടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയും ആ സ്ത്രീ പറയുന്നുണ്ട്. ബാബു രജ്ജോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അമ്മ തീപിടുത്തത്തിൽ മരിക്കുകയും ചെയ്തു. അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തന്റെ കൈയും പൊള്ളിയതെന്നൊക്കെയാണ്. ബാബുവിനെ അന്വേഷിച്ച് ജയപ്രകാശും കൂട്ടരും നടക്കുന്ന സമയത്ത് ബാബു ആകട്ടെ ജിമ്മിയുടെ വീട്ടിലുണ്ടായിരുന്നു. തലേന്ന് ആ കപ്പിൾസിനെ ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ നായ്ക്കുട്ടിയെ ജിമ്മിയുടെ വീട്ടിൽ ബാബു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് രജ്ജോ കോൾ ചെയ്യുന്നു. ബാബു നേരത്തെ കൊടുത്ത നമ്പറായിരുന്നു അത്. തനിക്ക് പേടിയാകുന്നു. നമ്മുടെ രേഖാചിത്രങ്ങളൊക്കെ പലയിടത്തും പോലീസുകാർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണം, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് രജ്ജോ പറയുന്നത്. ബാബുവിനെ പറ്റി അന്വേഷിച്ച് നടക്കുകയാണ് ജയപ്രകാശ്. ബോംബെയുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ജയപ്രകാശ് ഡൽഹിയിലേക്ക് വിളിച്ചും കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അവിടുത്തെ പോലീസുകാരുടെ പെർമിഷനൊന്നും ഇല്ലാതെ ജയപ്രകാശ് ബോംബെയിലേക്ക് പോയത് അവിടെ വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. ആ സമയം കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് ബാബു കുമാർ ആയിരുന്നല്ലോ. അവനൊരു പയ്യനെ ബാത്റൂമിലിട്ട് തേനീച്ചയെ കൊണ്ട് കുത്തിച്ചു കൊന്നിരുന്നില്ലേ? അതിനുശേഷം പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ ഹോമിലേക്ക് അവനെ വിടുകയും ചെയ്തു. 6 വർഷങ്ങൾക്ക് ശേഷം അവനെ അവർ റിലീസ് ചെയ്തു. അവൻ തിരിച്ചെത്തുമ്പോഴേക്കും അവന്റെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞൊക്കെയായിട്ട് താമസിക്കുകയായിരുന്നു. അവനെ കണ്ടതും അവന്റെ അമ്മ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. നീ എന്തിനാ എവിടേക്ക് വന്നെന്ന് ചോദിച്ച്. എന്നാൽ അവൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് പുതിയ ഹസ്ബൻഡൊക്കെ ആയത് ഞാൻ അറിഞ്ഞു. ഞാനും അമ്മയുടെ കൂടെ ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ പോകുകയാ. എനിക്കൊരു കുഞ്ഞനുജത്തി ജനിച്ചതല്ലേ, ഞാൻ വേറെ എങ്ങോട്ട് പോകാനാ? സ്വന്തം മകനാണെങ്കിലും അവൻ എത്രത്തോളം വലിയ ക്രിമിനലാണെന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അവന്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് അവര് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാൻ, എന്താണെങ്കിലും നീ ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. എന്നാൽ ദേഷ്യം വന്ന ബാബു ആകട്ടെ ആ വീടിന് തീയിടുന്നു. സ്വന്തം അമ്മയെയും അമ്മയ്ക്ക് രണ്ടാമത്തെ ഭർത്താവിൽ ജനിച്ച ആ കുഞ്ഞിനെ എല്ലാം തന്നെ കൊന്നുകളയാനായിരുന്നു അവന്റെ പ്ലാൻ. ആ തീപിടുത്തത്തിലാണ് അവന്റെ കൈക്കും ചെറുതായിട്ട് പൊള്ളലേറ്റത്. ജയപ്രകാശ് ബാബുവിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ആ തീപിടുത്തത്തില് അവന്റെ അമ്മ ഗുരുതര പരുക്കുകളോടുകൂടി രക്ഷപ്പെട്ടിരുന്നുവെന്ന്. പക്ഷെ ആ കുഞ്ഞു മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അവരുടെ ഹസ്ബൻഡ് കുറച്ചുനാളൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി. ജയപ്രകാശ് അവരെ പോയി കാണുമ്പോൾ അവര് പറയുന്നുണ്ട്, താൻ ജന്മം കൊടുത്തത് ഒരു വലിയ രാക്ഷസനാണെന്ന്. അവന്റെ പേര് കുമാർ എന്നായിരുന്നു. പക്ഷെ ജുവനൈൽ ഹോമിൽ നിന്ന് അവൻ തിരിച്ചെത്തിയപ്പോൾ സ്വയം ബാബു എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തിയത്. പുതിയ പേരും പുതിയ ഐഡന്റിറ്റിയൊക്കെ അവൻ സ്വന്തമാക്കിയിരുന്നു. അവൻ കിടന്ന ജുവനൈൽ ഹോമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയതും ജയപ്രകാശ് അവിടെ പോയി അന്വേഷിക്കുന്നു. ജുവനൈൽ ഹോമിൽ വെച്ചിട്ട് ബാബുവിനൊരു സുഹൃത്തുണ്ടായിരുന്നു. ജിമ്മി എന്നാണ് അവന്റെ പേരെന്ന് അവിടെ നിന്നും ജയപ്രകാശ് മനസ്സിലാക്കി. അങ്ങനെ ഇവർക്ക് ജിമ്മിയുടെ ഫോട്ടോയും അഡ്രസ്സും കിട്ടി. ആ സമയം ബാബുവിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നേഴ്സ് ആകട്ടെ പത്രത്തില് ബാബുവിന്റെയും രജ്ജുവിന്റെയും രേഖാചിത്രങ്ങൾ കണ്ട് പേടിക്കുന്നു. ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തവരെന്നാണ് അതിൽ ന്യൂസ് ഉണ്ടായിരുന്നത്. മീനയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവർക്ക് ക്രിമിനൽ ആയിരിക്കും, അവനെ കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ മീനയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. തന്നോട് അവൻ കുമാർ എന്ന പേര് പറഞ്ഞത്, പക്ഷെ ഇതിൽ ബാബു എന്നാ കൊടുത്തിരിക്കുന്നത്. എന്നാൽ രേഖാചിത്രത്തിലുള്ള ആള് തന്നെയല്ലേ നിന്റെ അടുത്ത് വന്നിരുന്നതെന്ന് മീനയുടെ കൂട്ടുകാരി ചോദിക്കുന്നു. നമുക്കിപ്പൊ തന്നെ പോലീസിൽ വിളിച്ചു പറയാം. പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങിയെങ്കിലും മീന തൽക്കാലം തന്റെ കൂട്ടുകാരിയോട് ഇപ്പൊ ആരോടും ഒന്നും പറയണ്ടെന്ന് പറയുന്നു. ഇവിടെ ജയപ്രകാശ് ആകട്ടെ നിസാറിനെ വിളിച്ച് സംസാരിക്കുന്നു. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ 2 കുറ്റവാളികളെയാണെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വെച്ച് ബാബു ഒരാളെ കൊന്നിട്ടുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ജോണി എന്ന് പറയുന്ന ഒരു പയ്യനെ കിഡ്നാപ്പ് ചെയ്തു കൊന്നു. സ്വന്തം അമ്മയും അമ്മയുടെ രണ്ടാമത്തെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു. കൂടാതെ ബല്ലുവിനെ കൊന്നു, സുമനെയും സാഹിലിനെയും കൊന്നു. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളാണ് ഇവന്മാര് ചെയ്തിരിക്കുന്നത്. മീന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും മീനയുടെ കൂട്ടുകാരി നേഴ്സാകട്ടെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ബാബുവിനെ പറ്റി സംസാരിക്കുന്നു. ബാബുവും മീനയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും ഇടയ്ക്ക് ബാബു ഇവിടെ വരാറുണ്ടായിരുന്നു എന്നും പറയുന്നു. അങ്ങനെ ഇവർ മീനയെ കാണാൻ പോകുന്നു. മീന ആ സമയം ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നഴ്സുമാരെല്ലാം അവിടെ അടുത്ത് ക്വാർട്ടേഴ്സിലെ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവർ മീനയെ കാണാൻ അങ്ങോട്ട് പോകുകയായിരുന്നു. എന്നാൽ ആ സമയം ബാബു ആകട്ടെ മീനയെ കാണാൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മീന വല്ലാതെ പേടിച്ചെറണ്ടാണ് നിൽക്കുന്നത്. നീ ജോലിക്ക് കളഞ്ഞിട്ട് എന്റെ കൂടെ വാ, നമുക്ക് വിവാഹം കഴിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാമെന്ന് ബാബു പറഞ്ഞപ്പോൾ മീന വല്ലാതെ പേടിക്കുന്നു.
ആ പത്രം അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്റെ കയ്യിൽ ബാക്കിൽ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നാൽ ബാബു അത് കാണുന്നു. തന്റെ സത്യം മീന മനസ്സിലാക്കിയെന്നറിഞ്ഞതും ബാബു ആകട്ടെ മീനയും കൊല്ലുന്നു. മീനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കപ്പിൾസിന്റെ അടുത്തുനിന്ന് മോഷ്ടിച്ച നായക്കുട്ടിയെ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനയെ അന്വേഷിച്ച് ജയപ്രകാശും മീനയുടെ കൂട്ടുകാരിയായിട്ടുള്ള നേഴ്സും അവിടേക്ക് വരുമ്പോൾ കാണുന്നത് മീനയെ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ്. ബാബു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടേ ഉള്ളൂ എന്ന് ജയപ്രകാശിന് മനസ്സിലായി. ജിമ്മിയുടെ അഡ്രസ് ഓൾറെഡി ഇവരുടെ കയ്യിൽ കിട്ടിയത് കാരണം ബാബുവിന്റെ കൂട്ടുകാരനായിട്ടുള്ള ജിമ്മിയുടെ അടുത്തേക്ക് ഇവർ പോകുന്നു. ജിമ്മി പറയുന്നുണ്ട്, ബാബു ഇവിടെ വന്നിരുന്നു, പക്ഷെ ഇവിടെ ഒന്നും പോയി എന്ന്. ഞാൻ ഹണിമൂണിന് പോകാൻ വെച്ചിരുന്ന ആഗ്രയിലേക്കുള്ള എന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് അവൻ പോയത്. 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ബാബുവും രജ്ജും ആഗ്രയിലേക്ക് രക്ഷപ്പെടാനായിരിക്കാം ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് ജയപ്രകാശിന് മനസ്സിലായി. ആ സമയം ഡൽഹിയിൽ നിന്നും ബോംബെയിലേക്ക് ജയപ്രകാശിന് ഒരു കോള് വരുന്നു. തങ്ങളുടെ അറിവോടെയല്ലാതെ ഈ കേസ് അന്വേഷിക്കാൻ ജയപ്രകാശ് പോയത് കാരണം SP ജയപ്രകാശിനോട് പറയുന്നുണ്ട്, നീ സസ്പെൻഡ് ആയിന്ന് തന്നെ കരുതിക്കൊള്ളാൻ. പക്ഷെ ജയപ്രകാശ് തൽക്കാലം മറ്റു പോലീസുകാരോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ആ കേസ് അന്വേഷണമായിട്ട് തന്നെ ജയപ്രകാശ് മുന്നോട്ട് പോകുന്നു. ജയപ്രകാശ് നേരെ പോകുന്നത് ആഗ്രയിലേക്കാണ്. ആ സമയം രജ്ജു ആകട്ടെ ബാബു പറഞ്ഞ പ്രകാരം ആഗ്രയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ അവിടെയുള്ള ഒരു വീട്ടിൽ കയറി ആ വീട്ടുകാരെ ബന്ദിയാക്കുന്നു. അവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആഗ്രയിലേക്ക് എത്തുന്ന ബാബുവിനെയാണ്. അവൻ ട്രെയിനിൽ വെച്ച് തന്നെ തന്റെ തല മൊട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അവനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാബു മുഖം മറിച്ചു കൊണ്ടുവന്ന് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഇവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോയി. ജയപ്രകാശ് ആഗ്രയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെയുള്ള പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ബാബുവിനെ രജ്ജുവിനെയും ഒരു പോലീസുകാരൻ കണ്ടിരുന്നുവെന്ന്. ജനങ്ങളെല്ലാം തന്നെ റേഡിയോയിലൂടെ പോലീസുകാരെ അലേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പരിചയമില്ലാത്ത ആരെയും നിങ്ങളുടെ വീട്ടിൽ കയറ്റരുതെന്നും ഇങ്ങനെ 2 പേർ ഇവിടെ കറങ്ങി നടപ്പുണ്ടെന്നും. രജ്ജു കിട്ട ബാബുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തലേന്ന് രാത്രി അവൻ അതിക്രമിച്ചു കടന്ന ആ വീട്ടിലേക്കാണ്. ആ വീട്ടിലെ ആൾക്കാരെല്ലാം അവൻ ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അവിടുത്തെ വയസ്സായ സ്ത്രീയെ കൊണ്ട് അവൻ ആഹാരം പാകം ചെയ്യിക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആഗ്രയിലുള്ള പോലീസുകാർക്ക് ഡൽഹിയിൽ നിന്നും കോള് വന്നതോടുകൂടി അവർക്ക് മനസ്സിലായി ജയപ്രകാശ് സസ്പെൻഷനിലാണെന്ന്. അത് കാരണം അയാൾ ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ജയപ്രകാശ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ കളയുന്ന ഓരോ സമയവും ഓരോരുത്തരുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചെങ്കിലേ പറ്റൂ. ബാബുവും രജ്ജുവും ഇപ്പൊ ഒരു വീട്ടില് ഒളിച്ച് താമസിക്കുകയാണല്ലോ. ആ വീട് പരിശോധിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്നും ഒരു തോക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. രജ്ജുവും ബാബുവിനെ പോലെ തല മൊട്ടയടിച്ചു. എന്നിട്ട് 2 പേരും ഇല്ലീഗലായിട്ട് ബുള്ളറ്റ് ഉണ്ടാക്കുന്ന ഒരാളെ തേടിപ്പോകുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് വാങ്ങുന്നുണ്ട്. ബാബു രജ്ജു അവിടെ നിന്ന് പോയി കഴിഞ്ഞതും അയാൾ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഇങ്ങനെ 2 പേർ വന്ന് ബുള്ളറ്റ് വാങ്ങിയെന്ന്. ഇനിയും നിങ്ങൾ അവരെ പിടിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് വലിയ ക്രൈമായി മാറുമെന്ന് ജയപ്രകാശ് വാൺ ചെയ്തതോടുകൂടി തൽക്കാലം ആ പോലീസുകാര് ജയപ്രകാശിനെ കൂടെ കൂട്ടി. അവരെല്ലാവരും ചേർന്നിട്ട് ഏരിയ മുഴുവൻ സെർച്ച് ചെയ്യുന്നു. രാത്രിയില് 2 വീലറിൽ പോകുന്ന രജ്ജുവിനെയും ബാബുവിനെ അവർ കാണുന്നു. രജ്ജുവും ബാബുവും പോലീസുകാരെ കണ്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ട്രെയിനിൽ കയറുന്നു. ജയപ്രകാശും ഇവരെ ഫോളോ ചെയ്ത് കയറി. അങ്ങനെ ട്രെയിനിൽ വെച്ച് പോലീസുകാരെല്ലാം കൂടെ വളരെ കഷ്ടപ്പെട്ട് ബാബുവിനെ രജ്ജുവിനെയും കൈയോടെ പിടിച്ചു. ആ സമയം അശോകും മോനിയും ചേർന്നിട്ട് സുമന്റെയും സാഹലിന്റെയും അസ്ഥികൾ ഒഴുക്കിയായിരുന്നു. കുറ്റവാളികളെ കൈയോടെ പിടിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് അന്ന് ജയപ്രകാശ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവിടെയാണ് 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 8ാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ക്രൈം നടന്ന ദിവസമാണ്. റേഡിയോ സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങിയ സാഹിലും സുമനും ആ സർദാർജിയുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ച് പാതി വഴിയിൽ ഇറങ്ങുന്നു. സർദാർജി വേറൊരു വഴിക്കും പോയി ഇവർ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിൽക്കുകയും ചെയ്തു. എന്നാൽ നന്നായിട്ട് മഴ പെയ്യുന്നത് കാരണം അവർക്ക് നടന്നു പോകാൻ പറ്റില്ലായിരുന്നു. പല വണ്ടിക്കും അവർ ലിഫ്റ്റ് ചോദിച്ചു. ഒടുവിൽ അവരുടെ മുന്നിലേക്ക് വന്നത് രജ്ജയും ബാബുവും സഞ്ചരിച്ച ആ ഗ്രീൻ കളർ കാറായിരുന്നു. കയറാൻ കുറെ നേരം അവർ മടിച്ചു നിന്നെങ്കിലും കേറുന്നെങ്കിൽ പെട്ടെന്ന് കയറുന്ന അവർ പറഞ്ഞത് കാരണം കൂടുതലൊന്നും ചിന്തിക്കാതെ അവർ 2 പേരും ആ കാറിലേക്ക് കയറി. തുടക്കം മുതലേ ബാബുവിന്റെ നോട്ടം സുമൻ അത്ര പിടിച്ചില്ല. അവളുടെ ജിമിക്കി കമ്മൽ കൊള്ളാം, അത് എവിടെന്നാ വാങ്ങിയെന്നൊക്കെ ബാബു ചോദിക്കുകയായിരുന്നു. സുമൻ ആ കാറിന്റെ 2 സൈഡിലേക്ക് നോക്കിയപ്പോൾ ബാക്ക് ഡോർ അകത്തുനിന്ന് തുറക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഡോർ തുറക്കുന്ന പിടി അതിലുണ്ടായിരുന്നില്ല. സുമനെയും സാഹിലിനെയും പറ്റിയും അവന്റെ അച്ഛനെയും അമ്മയെ പറ്റിയൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ആർമിക്കാരന്റെ മക്കളാണെന്നറിഞ്ഞപ്പോൾ ഇവരെ തട്ടിക്കൊണ്ട് പോകാമെന്ന് തന്നെ രജ്ജുവും ബാബുവും തീരുമാനിക്കുകയായിരുന്നു. ഇവരുടെ ഉദ്ദേശത്ര ശരിയല്ലാന്ന് മനസ്സിലായതും സുമനും സാഹിലും ചേർന്നിട്ട് വണ്ടി നിർത്താൻ പറയുന്നു. എന്നാൽ അവർ വണ്ടി നിർത്തുന്നില്ല. സ്പീഡിൽ പോകാൻ തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ അവരെ ആക്രമിക്കുന്നു. അവർ തിരിച്ച് കുട്ടികളെ ആക്രമിച്ചു. സാഹിലിന്റെ ശരീരത്തിൽ വാളുകൊണ്ട് വെട്ടി. നിങ്ങൾക്ക് വേണ്ടത് എന്റെ കമ്മലാണെങ്കിൽ ഞാൻ ഇത് തരാം, സാഹിലിനെ വെറുതെ വിട്, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ സുമൻ പറയുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും കേട്ടില്ല. സുമൻ കൊടുത്ത കമ്മല് വാങ്ങിയിട്ടും അവരെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ പാൽക്കാരൻ ഇത് കാണുകയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ രജ്ജുവും ബാബുവും ചേർന്നിട്ട് ആ പാൽക്കാരനെയും കാർ കൊണ്ട് തട്ടിയിട്ട ശേഷം അവിടെ നിന്നും കടന്നു കളഞ്ഞു. കാറിൽ വെച്ച് തന്നെ രജ്ജുവിനെയും ബാബുവിനെയും കുടകൊണ്ടൊക്കെ സുമൻ ഒരുപാട് ആക്രമിക്കുന്നു. അവരുടെ ശരീരത്തിലും മുറിവുകളുണ്ടായി. ദേഷ്യം വന്ന രജ്ജുവും ബാബുവും ചേർന്നിട്ട് ഇവർ 2 പേരെയും കാടിന്റെ ഒരു സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. സാഹിലിനെ അവർ വാളുകൊണ്ട് വെട്ടി ക്രൂരമായി കൊന്നുകളഞ്ഞു. സുമനെ ബാബു റേപ്പ് ചെയ്യുന്നു. രജ്ജോട് പറയുന്നുണ്ട്, നീയും പോയി അവളെ റേപ്പ് ചെയ്യാൻ. എന്നാൽ എനിക്കതിന്റെ ആവശ്യമില്ലാന്ന് രജ്ജു പറയുന്നു. നീ ഒരാണല്ലാന്ന് പറഞ്ഞിട്ട് ബാബുവിനെ കളിയാക്കുന്നു. അവസാനം അത് പറഞ്ഞ് രജ്ജുവും ബാബുവും അടിയുണ്ടാക്കിയായിരുന്നു. ആ നേരത്ത് സുമൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് സാഹിലിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് സാഹിലും മരിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ബാബു ബാക്കിലൂടെ വന്ന്
അവളുടെ തലയ്ക്കടിച്ചു കൊല്ലുന്നു. ഇതാണ് അന്ന് രാത്രി സംഭവിച്ചത്. ട്രെയിനിൽ വെച്ച് ഇവരെ പിടിക്കുന്ന സമയത്ത് രജ്ജു ആകട്ടെ പോലീസുകാരോട് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവനാണ് തുടക്കം മുതലേ കൊലപാതകങ്ങൾ ചെയ്തു തുടങ്ങിയതെന്ന്, എനിക്ക് ഇവന്റെ കൂടെ ഗതികേട് കൊണ്ട് നിൽക്കേണ്ടി വന്നതാണെന്ന്. അവസാന നിമിഷം രജ്ജുവും തന്നെ ചതിക്കുന്നത് കണ്ടിട്ട് ബാബുവിനും ദേഷ്യം വരുന്നു. എന്തൊക്കെയാണെങ്കിലും പോലീസുകാർ ഇവരെ കൈയോടെ പിടിച്ചു. സസ്പെൻഷനിലായ ജയപ്രകാശ് കേസ് തെളിയിച്ചു തറിഞ്ഞ് SP ആകട്ടെ അവന് കൺഗ്രാചുലേഷൻ പറയുന്നു. അവന്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നു. ജനങ്ങളെല്ലാം വളരെയധികം പ്രക്ഷോഭം നടത്തുന്നുണ്ട് അവിടെ. കോടതി രണ്ടുപേർക്കും വധശിക്ഷയാണ് വിധിക്കുന്നത്. ഇത്രയധികം കൊലപാതകങ്ങൾ അവർ ചെയ്തതുകൊണ്ട്. ആ കേസിനെ പറ്റിയുള്ള ഫൈനൽ റിപ്പോർട്ട് നിസാറാണ് തന്റെ പത്രത്തിൽ കൊടുക്കുന്നത്. വെറും 15 മിനിറ്റ് സമയം കൊണ്ടാണ് സാഹിലും സുമനും എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായത്. ആ കുട്ടികളെ ഒരു നിമിഷം ആരെങ്കിലും ഒന്ന് ശ്രദ്ധയോടെ നോക്കിയിരുന്നെങ്കിലോ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലോ ഇന്നും അവർ നമ്മളുടെ ഒപ്പം ഉണ്ടായേനെ. ജയപ്രകാശിന് പ്രൊമോഷൻ കിട്ടി അയാൾ ഇൻസ്പെക്ടറായി മാറിയിരുന്നു. സീരീസിന്റെ അവസാനം ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട്. അന്ന് ഒരു ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സാഹിൽ സുമനോട് പറയുന്നു, ഈ മഴയത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരു ഓട്ട മത്സരം വെക്കാം. എന്നെ ഓടി തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ വാ, പെട്ടെന്ന് നമുക്ക് റേഡിയോ സ്റ്റേഷനിൽ എത്തുകയും ചെയ്യാം. അങ്ങനെ സാഹിൽ പറഞ്ഞു കേട്ടിട്ട് സുമൻ അവന്റെ കൂടെ റേസ് നടത്തുന്നു. രജ്ജുവിന്റെയും ബാബുവിന്റെയും കാറാകട്ടെ ഇവർ നിന്ന ഏരിയയിലേക്ക് വന്നില്ല, അത് മറ്റൊരു വഴി പോകുന്നു. സുമനും സാഹിലും കറക്റ്റ് സമയത്ത് റേഡിയോ സ്റ്റേഷനിലെത്തി. സുമൻ ആഗ്രഹിച്ച പോലെ അവൾ അന്ന് റേഡിയോയിൽ പാട്ടുപാടി. ഒരുപക്ഷെ അന്ന് ഇതൊക്കെയായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ അവർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ എന്നാണ് സീരീസിന്റെ അവസാനം കാണിക്കുന്നത്. അപ്പോൾ ഈ സീരീസിന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.